നമസ്കാരം. ചിലരുടെ കരച്ചിൽ കാണാൻ നല്ല രസമാണ്. ഈ കരച്ചിൽ ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, ഇപ്പം കരയാൻ ഒരാളേ ഉള്ളൂ, അതിനുള്ള സാധ്യതയേ ഉള്ളൂ. ആ ആളിൻ്റെ പേര് കെ സുരേന്ദ്രൻ എന്നാണ്. എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ കരഞ്ഞു തുടങ്ങിയത് എന്ന് നമുക്കറിയാം. ഒപ്പമുണ്ടായിരുന്ന ഒരു ചെങ്ങായി പതുക്കെ ചാടി കൈ പിടിച്ച് പുറത്തേക്ക് പോകാനുള്ള കാരണവും ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആൾ തന്നെയാണ്, മഹത് വ്യക്തി തന്നെയാണ്. കാര്യം പുള്ളി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ കെ സുരേന്ദ്രൻ പണിഞ്ഞ് എങ്ങനെയെങ്കിലും സന്ദീപ് വാര്യരെ പുറത്താക്കി. സന്ദീപ് വാര്യർ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ സമ്മതിച്ചില്ല, വീണ്ടും മല്ലെടുത്ത് അവസാനം പുറത്താക്കി. എന്നിട്ട് ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിറ കണ്ണുകളോടുകൂടി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമെല്ലാം ഉണ്ടോ? ഒരു കാര്യമില്ല. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേര അവിടെ കിട്ടുവാണെങ്കിൽ ആയിക്കോളൂ എന്ന്. ഇവിടെ കിട്ടിയതിനേക്കാൾ ഇവിടെ എന്ത് കസേര കിട്ടിയിട്ടാണ്, അല്ലേ? ഇവിടെ എന്ത് കസേര കിട്ടി? ഷൊർണൂരിൽ കൊണ്ട് മത്സരിപ്പിച്ച് തോൽപ്പിച്ചതോ? അവിടെ നിന്ന് കസേര കിട്ടാത്തതുകൊണ്ടല്ലേ പുള്ളിക്കാരൻ ഇറങ്ങേണ്ടി വന്നത്? തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ച സമയത്ത് നിങ്ങളുടെ പറയുന്ന BJP-യുടെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷനല്ലേ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയത്? ഇവിടെ കസേരയില്ല. അപ്പോൾ പിന്നെ അവിടെ കസേര ഇല്ലാത്തിടത്തുനിന്ന് ഒരു കസേര കിട്ടുമെന്ന് കൊതിച്ച് പാവം പിടിച്ച സന്ദീപ് വാര്യർ പുറത്തേക്ക് ഇറങ്ങിയത് ഇത്ര വലിയ അപരാധമായി പോയോ? പിന്നെ വേറൊരു വിഷമം കൂടി സുരേന്ദ്രൻ പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ VD സതീശൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുടുംബാംഗങ്ങളെ സന്ദർശിച്ചായിരുന്നു. പക്കാ പൊളിറ്റിക്സ്, അല്ല വേറൊന്നും പറയാനില്ല, പക്കാ പൊളിറ്റിക്സ്. അപ്പോൾ അങ്ങനെ പോയി കണ്ടത് നമ്മുടെ ഈ ശ്രീനിവാസൻ്റെയും സഞ്ജിത്ത്, ഇവർ ബലിദാനികളായിരുന്നു. അവരുടെയൊക്കെ കുടുംബാംഗങ്ങളെ പോയി VD സതീശൻ മീറ്റ് ചെയ്തു. രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ VD സതീശൻ പോയി കാണും. എവിടുന്ന് 10 വോട്ട് കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുകയാണ് VD സതീശൻ. കാര്യം സ്വന്തം സ്ഥാനാർത്ഥിയായ പിന്നെ കോൺഗ്രസിൻ്റെ അല്ല, VD സതീശൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും പാലക്കാടൊന്ന് ജയിപ്പിച്ച് കരപിടിച്ച് കയറ്റണമല്ലോ. തോറ്റു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് ഗീർവാണം മുഴക്കി നടന്നതല്ലേ VD സതീശൻ. അപ്പോൾ തീർച്ചയായും ജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം VD സതീശിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശൻ നേരെ കയറി ഇറങ്ങി അവരെ പോയി ശ്രീനിവാസൻ്റെയും അതോടൊപ്പം തന്നെ ഈ സഞ്ജിത്തിൻ്റെയൊക്കെ കുടുംബാംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങളല്ല, അവരെ കൊലപ്പെടുത്തിയ പ്രതികളുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച നടന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണല്ലോ ഈ സന്ദീപ് വാര്യർ ചാടി ഇറങ്ങി പോയത് എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം, എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. കാരണം അതിന് വേറൊരു കാര്യമുണ്ട്, കംപ്ലീറ്റ് ബലിദാനികളെയും അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമായി പോയല്ലോ സന്ദീപേ എന്നാണ് എ സുരേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യം. അല്ലാതെ വേറൊന്നുമല്ല, പുള്ളിക്ക് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ബലിദാനികളെ ഒരിക്കൽ പോലും നമ്മൾ അപഹസിക്കാൻ പാടില്ല, അപ്പോൾ അവരെ നിന്ദിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു നിന്ന തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് നിഷ്കളങ്കരായ പാലക്കാട്ടുകാർ ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയാലും വലിയ കാര്യമൊന്നുമില്ല, ജനങ്ങൾക്കത് വെറും പൊളിറ്റിക്സാണ് എന്ന് മനസ്സിലാകും എന്നാണ് പറയുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ഈ വിദ്വേഷം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് അത്രേ BJP എന്നാണ് പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സന്ദീപ് വാര്യർക്ക് ഇതുവരെ ഇത്ര കാലം അത് തോന്നിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ചാനൽ മുറികളിൽ വന്നിരുന്നു തേഞ്ഞിട്ടുമ്പോഴും, അതല്ല വിവരക്കേടുകൾ ഫേസ്ബുക്കിലൂടെ എഴുതുന്ന സമയത്തൊന്നും സന്ദീപ് വാര്യർക്ക് ഈ തോന്നലുണ്ടായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലേറെ അത്ഭുതം. കാര്യം ഈ എന്താ പറയുന്നത്, വിദ്വേഷം പടർത്തുന്ന ഒരു ഫാക്ടറിയായി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് BJP എന്നും ഇത്രകാലം ആ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട ജാള്യതയുമായിട്ടാണ് താൻ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ നിന്നിടം കുഴിക്കുന്ന പരിപാടിയാണ്. അത് പോട്ടെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഈ സന്ദീപ് വാര്യർ പോയാലും നിന്നാലും ശരി, പാർട്ടിക്കുള്ളിലോ അകത്തോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പാർട്ടിക്കുള്ളിൽ ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അതാണല്ലോ കെ സുരേന്ദ്രൻ. ഇനിയിപ്പോൾ ഉടനെ അടുത്താളും പോകാൻ തയ്യാറായി ഇങ്ങനെ കച്ച കെട്ടിയിരിക്കുകയാണ്. തിരൂർ സതീഷിനെ ഇറക്കി ഒരു കളിയൊക്കെ കളിച്ച് നോക്കി, പക്ഷെ സംഗതി കൈവിട്ടു പോയി, സംഭവം പാളി. കൊടകര. അപ്പോൾ അങ്ങനെ മിക്കവാറും ഒരാളും കൂടി ചാടി ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കോൺഗ്രസ് ഈ BJP-ക്കുള്ളിലെ ഏറ്റവും വലിയ പ്രശ്നം BJP-ക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം പുറത്തോട്ട് പോകാത്തിടത്തോളം കാലം വലിയ ചലനമൊന്നും പാർട്ടിക്കകത്തുണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. പിന്നെ
ഇദ്ദേഹത്തിനെതിരെ ഇപ്പോഴൊന്നും അല്ല, ഇതിന് മുൻപും നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സന്ദീപ് വാര്യർക്കെതിരെ. അത് ഈ ഫേസ്ബുക്കിൽ എഴുതിയതിൻ്റെ പേരിലൊന്നും അല്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയ മര്യാദകൾ കാരണം പുറത്തു പറയുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് സന്ദീപ് വാര്യർക്കെതിരെ നേരത്തെ എന്തൊക്കെയോ നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടി എന്താണെന്നോ എന്ത് കാര്യത്തിനാണെന്നോ ഉള്ള വ്യക്തമായ ഒരു കാര്യവും പറയുന്നില്ല. അത് രാഷ്ട്രീയ മര്യാദ കൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി ഒരു വലിയ വിഷയമൊക്കെ സന്ദീപ് വാര്യർക്കെതിരായി ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണത്. ഇനി അതുവല്ലോ ആണോ എന്നറിയത്തില്ല ഈ പറഞ്ഞു വരുന്നത്. എന്നായിരുന്നാലും സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ മര്യാദ, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മര്യാദയുള്ളൊരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ മര്യാദകൾ പാലിച്ചുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ മംഗളം നേരുന്നു ഞാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ ആശംസകളും സന്ദീപ് വാര്യർക്ക് നൽകുന്നുണ്ട്. പിന്നെ വേറൊരു രസകരമായൊരു കാര്യം, കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ, അതായത് സന്ദീപ് വാര്യർ തമ്പുരാൻ നീണാൾ വാഴട്ടെ എന്നൊക്കെ പറയുന്ന പോലെ സന്ദീപ് വാര്യർ തമ്പുരാൻ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ. അപ്പോൾ വീണ്ടും അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ആരോട്? കെ സുധാകരനോടും വി ഡി സതീശനോടും. എന്താ അഭ്യർത്ഥിക്കുന്നതെന്നറിയോ? വാര്യരെ വിടാതെ മുറുകെ പിടിച്ചോളൂ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പോയതിനകത്ത് ഒരു വിഷമവും ഇല്ല ആക്ച്വലി ഈ സുരേന്ദ്രന്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും കാര്യങ്ങളെങ്കിലും പറഞ്ഞത്. കാര്യം ഫേസ്ബുക്കിൽ എഴുതിയോണ്ടോ ഒന്നുമല്ല. കാര്യം കുറച്ചു കാലം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞതല്ലേ. കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വലിയ ഘോരമായി മാധ്യമങ്ങൾക്ക് മുന്നിലും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമൊക്കെ അല്ലായിരുന്നോ? അപ്പോൾ ഇനി ആര് ഘോരം വാദിക്കും? ഇപ്പോൾ പലപ്പോഴും ഈ ചാനൽ കാണുന്ന സമയത്ത്, ഈ ചർച്ചകൾ കാണുന്ന സമയത്ത് തോന്നാറുണ്ട്, ഇതാരാ യുദ്ധഭൂമിയിലെ പുതിയ ഭടൻ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. പുതിയ ആൾക്കാരെ ഇറക്കി ഇപ്പോൾ കെ സുരേന്ദ്രൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂട്ടത്തിൽ ആരാണ് കുറച്ചുകൂടെ മെച്ചപ്പെടുന്നത്? പഴയ മുഖങ്ങൾ ഈ പറയുന്ന പോലെ സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞു, ശോഭാ സുരേന്ദ്രൻ പോകുന്ന വഴിയിലാണ്. നമ്മളൊക്കെ എസ് സുരേഷ് കുമാർ അഡ്വക്കേറ്റ്, അദ്ദേഹം വലുതായിട്ടൊന്നും ഇപ്പോൾ വരുന്നില്ല, പുള്ളിയും ഏറെക്കുറെ തഴഞ്ഞിട്ടേക്കുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സുധീർ, പ്രഫുൽ കൃഷ്ണ തുടങ്ങിയ മുൻനിര താരങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കാനായി ചാനൽ ചർച്ചകളിലും ചാനൽ മുറികളിലും ഒക്കെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വേറൊരു കാര്യമുണ്ട്, ഇനിയെങ്കിലും സന്ദീപ് വാര്യർക്ക് നമ്മുടെ സംസ്ഥാനത്തെ വയനാടിൻ്റെ അവസ്ഥ മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ നമ്മളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തെക്കുറിച്ച് പറയാൻ സന്ദീപ് വാര്യർക്ക് ഇനിയെങ്കിലും നാവനങ്ങും എന്ന് തോന്നുന്നു. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പോയതല്ലേ, ഇനിയിപ്പോൾ കുറച്ചു കാലം നന്മയുടെ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ നടക്കൂ, അല്ലെ മനുഷ്യത്വത്തിൻ്റെ പാതയിൽ നടക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നിരുന്നാലും സന്ദീപ് വാര്യർ ജി നീണാൾ വാഴട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.